പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മളിപ്പോൾ ഇവിടെ കടന്നു വന്നിട്ടുള്ളത് NIOS ഇംഗ്ലീഷ്, അതായത് ഇംഗ്ലീഷിൻ്റെ കോഡായ 302 ചാപ്റ്റർ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററായ ക്രൗ ആൻഡ് ദീർ എന്ന ഒരു കാക്കയുടെയും മാനിൻ്റെയും സൗഹൃദങ്ങളെ കുറിച്ച് വളരെ വിശദമായി ആ പാഠഭാഗം നമ്മൾ ചർച്ച ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും എന്നൊക്കെ ഞാൻ കരുതുന്നു. അപ്പോൾ അതുപോലെ ഇന്ന് നമ്മളിവിടെ ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത് രണ്ടാമത്തെ ചാപ്റ്ററാണ്, മേരി കോംസ് ഇൻ്റർവ്യൂ. അതായത് മേരി കോമിൻ്റെ ഇൻ്റർവ്യൂ. ഈ മേരി കോം ആരായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തികച്ചും വളരെ പ്രതികൂല സാഹചര്യത്തിൽ നിന്നും വളർന്ന് ഇന്ത്യയുടെ ഒരു ഇൻ്റർനാഷണൽ ബോക്സിംഗ് പ്ലെയറായ ഒരാളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു കഥയാണ്, ഒരു ഇൻ്റർവ്യൂ ആണ് ഇതിൽ പറയുന്നത്. അവർ നടന്നു വന്ന വഴികളും കാര്യങ്ങളൊക്കെയാണ് ഈ പാഠഭാഗത്ത് ഇവിടെ പറയുന്നത്. ഇത് വളരെ ഒരു രസകരമായ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ഇതിഹാസ താരമാണ് ഈ മേരി കോം. മേരി കോമിൻ്റെ ഇൻ്റർവ്യൂവിനെ കുറിച്ചാണ് ഈ പാഠഭാഗം. പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്ക് മേരി കോമിനെ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്, നമുക്കത് നോക്കാം. ഇന്ത്യൻ ബോക്സിംഗ് ഇതിഹാസം മേരി കോമുമായി നടത്തിയ ഒരു അഭിമുഖമാണ്. തൻ്റെ കരിയറിലെ വെല്ലുവിളികളെക്കുറിച്ചും വിജയത്തെക്കുറിച്ചും അവർ ഈ പാഠഭാഗത്തിൽ, ഈ ഇൻ്റർവ്യൂവിൽ വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് എന്താണ്? കഠിനാധ്വാനവും അർപ്പണബോധവും അവരുടെ കരിയറിൽ ഉടനീളം വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കഠിനാധ്വാനമാണ് അവരുടെ കരിയറിൻ്റെ വളർച്ചയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ടായത്. ഈ മേരി കോം എന്ന് പറഞ്ഞ ഈ കഥാപാത്രം മണിപ്പൂരിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് അവർ ലോകോത്തരം വളർന്ന വലിയ ഒരു ചാമ്പ്യനായി മാറിയത്. ഇവർ വരുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവരുടെ കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സിംഗ് ആണ്. ബോക്സിങ് നമ്മളൊക്കെ കാഴ്ചപ്പാടിൽ ഇപ്പോഴും ഒരുവിധം ആളുകൾക്കൊക്കെ ബോക്സിംഗ് എന്ന് കേൾക്കുമ്പോൾ അത് കുറച്ച് ആരോഗ്യമുള്ള, അല്ലെങ്കിൽ ആളുകൾക്ക് പറ്റിയതാണ്, അത് പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് പറ്റിയ പണിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇവർ ഇന്ത്യക്ക് വേണ്ടി ധാരാളം മെഡലുകൾ, ബോക്സിങ്ങിൽ ധാരാളം മെഡലുകൾ വാങ്ങി കൂട്ടിയ ഒരാളാണ് ഇവർ. കണ്ടില്ലേ? ഇവർ ഈ മണിപ്പൂരിലെ ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. അവരാണ് ലോകത്തോളം വളർന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ബോക്സിങ് അത്ര സ്ത്രീകൾക്ക് പറ്റിയ പണിയല്ല എന്ന് വിശ്വസിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ നിന്നാണ് ഇവർ ബോക്സിങ്ങിലേക്ക് വരുന്നത്. പക്ഷെ ഇതൊക്കെ വളരെ രസകരമായ ഒരു കഥയാണ്. ഇവർ ബോക്സിങ്ങിൻ്റെ പരിശീലനത്തിന് പോണതും ഇവരെ പേരൻസൊന്നും അറിയില്ല, മാതാപിതാക്കളൊന്നും അറിയില്ല. പിന്നെ പത്രമാധ്യമങ്ങളിലൂടെയാണ് സ്വന്തം മാതാപിതാക്കൾ പോലും ഇവർക്ക് ഇങ്ങനെ ഒരു കരിയർ ഉണ്ട്, ഇവർ ബോക്സിങ്ങിൽ താരമാണ് എന്നുള്ളത് പത്രത്തിലൂടെയാണ് ഇവരെ പിതാവ് പോലും അറിയുന്നത്. കാരണം മുന്നേ പിതാവ് അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സമൂഹത്തിനിടയിൽ നാണക്കേടാണ്, സൊസൈറ്റിക്ക് ഒരു പ്രത്യേക എന്താ പറയുക, ഗ്ലാസ് സീലിംഗ് എന്നൊക്കെ പറയും, നമുക്ക് അദൃശ്യമായ ഒരു ബൗണ്ടറി ഒക്കെ ഉണ്ടാവും സമൂഹത്തിൻ്റെ ഇടയിൽ സ്ത്രീകൾക്കും ആണുങ്ങൾക്കും ഇതൊക്കെ. അപ്പോൾ പ്രത്യേകിച്ചും ഈ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ മക്കൾ ആര് എന്ത് ദുൽമ നടത്തിയാലും അതിൻ്റെ പഴി കേൾക്കേണ്ടി വരിക രക്ഷിതാക്കളാണ്. അപ്പോൾ ആദ്യം തന്നെ ഇവർ ബോക്സിങ്ങിനൊക്കെ പോകുന്നത് രക്ഷിതാക്കൾ അറിയുകയാണെങ്കിൽ അവർ അതിന് വിടൂല എന്നുള്ള ഉത്തമ ബോധ്യം ഇവർക്കുണ്ട്. ആർക്ക്? മേരി കോമിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ പറയാതെയാണ് ഇവർ ആദ്യം ബോക്സിങ് പരിശീലനത്തിനും മറ്റൊക്കെ പോയിരുന്നത്. അങ്ങനെ ഇവർ മെഡലുകളൊക്കെ കിട്ടൽ തുടങ്ങി. പതുക്കെ പത്രത്തിലൂടെയാണ് ഇവർ ബോക്സിങ് താരമായ വിവരം പോലും മാതാപിതാക്കൾ അല്ലെങ്കിൽ പിതാവ് അറിയുന്നത്. പിന്നെ ഇവർ ഇൻ്റർവ്യൂവിൽ പറയുന്ന പ്രത്യേക ഒരു ഇതുണ്ട്, ഡയറ്റിങ്, അതായത് ഭക്ഷണക്രമം അതും പരിശീലനവും ഒരു ബോക്സിങ്ങിന് അവിഭാജ്യ ഘടകമാണ് എന്ന് ഇവരെ
ഇവർ ഈ കരിയർ ഗ്രോത്തിൻ്റെ ഈ പാഠഭാഗത്തിലുള്ള ഈ ഇൻ്റർവ്യൂവിൽ അവർ പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ ശരീര വ്യായാമങ്ങളൊക്കെ വളരെ കറക്റ്റാക്കി ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും ചാമ്പ്യൻ ആകാൻ പറ്റും എന്നുള്ളതൊക്കെയാണ്. പിന്നെ ഇവർ ഇരട്ട കുട്ടികളുടെ ഒരു അമ്മയാണ്. ഒറ്റ പ്രസവത്തിൽ തന്നെ 2 കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ഒരു അമ്മയാണ്. പക്ഷേ കല്യാണത്തിന് ശേഷം ഈ ഇരട്ട കുട്ടികളെ പ്രസവിച്ചതിന് ശേഷം പോലും 5 മെഡലുകൾ വേൾഡ് അടിസ്ഥാനത്തിൽ ഇവർ സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അമ്മ എന്ന ഉത്തരവാദിത്വം പോലും പിന്നെ വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടാണ് ഇവരുടെ കരിയറിൽ മെഡലുകളൊക്കെ നേടിയത് എന്നുള്ളത് വളരെ ഇതാണ്. അതുപോലെ തന്നെ പരാജയങ്ങളെ നേരിടൽ. നമ്മൾ ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ചെറിയൊരു പരാജയം വരുമ്പോഴത്തേന് അതിനെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാതെ നമ്മൾ ആ പരാജയത്തെ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ പരാജയത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് ആ പരാജയത്തിൽ എവിടെയാണ് നമുക്ക് വീഴ്ചകൾ സംഭവിച്ചത് അത് പഠിച്ചിട്ട് ഒരു മനുഷ്യൻ മുന്നോട്ട് പോകണം. അതാണ് യഥാർത്ഥ ബുദ്ധിജീവിൻ്റെ അല്ലെങ്കിൽ ഒരു ബുദ്ധിമാൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഇവിടെ മേരി കോം പറയുന്നുണ്ട്, പരാജയങ്ങളെ നേരിടൽ വിജയം പോലെ തന്നെ പരാജയങ്ങളും കരിയറിൻ്റെ ഭാഗമാണെന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ട്. അതായത് വിജയം മാത്രമല്ല ഇവരെ കരിയറിൻ്റെ ഭാഗം, അല്ലെങ്കിൽ ഇവർ ഈ ബോക്സിങ്ങിൻ്റെ ഭാഗം. പരാജയം ഇവരെ ബോക്സിങ്ങിൻ്റെ ഭാഗമാണെന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ട്. അതാണ് ഇവരെ പ്രത്യേകത. ഈ പരാജയങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വേണ്ടില്ല, നമ്മൾ പാഠഭാഗങ്ങളിലൂടെ ഒക്കെ ഒന്ന് കണ്ണോടിച്ച് നോക്കുക. അപ്പോൾ മേരി കോമിനെ കുറിച്ച് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇത് വിശദമായിട്ട് പറയുന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ കഴിഞ്ഞ പാഠഭാഗത്തിൽ തന്നെ വളരെ ചുരുക്കി പറഞ്ഞതുകൊണ്ട് ആളുകൾ ഒന്നും കൂടി പിന്നെ വിശദമായിട്ട് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വളരെ ചുരുക്കിയിട്ട് എന്നാലും പാഠഭാഗത്തു നിന്ന് വളരെ വിശദമായിട്ട് പറയാൻ ഞാൻ ശ്രമിക്കാം. ഇവിടെ ഈ പാഠഭാഗത്തിൽ നമ്മളോട് ചോദിക്കണം, ഡു യു ലൈക്ക് പ്ലേയിങ് സ്പോർട്സ്? അപ്പോൾ ഒരാൾ നമ്മളോട് ചോദിക്കണം, നിങ്ങൾ സ്പോർട്സ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ സ്പോർട്സ് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഈസ് പ്ലേയിങ് ആയ യെസ്, സ്പോർട്ട് റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ ചിൽഡ്രൻ. ഈ പാഠഭാഗത്തു നിന്ന് ഫസ്റ്റുള്ള ചോദ്യങ്ങളൊക്കെയാണത്. അതായത് കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ സ്പോർട്സ് വളരെ പ്രാധാന്യമാണോ? ഡു യു തിങ്ക് എവരി വൺ ഷുഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ സ്പോർട്സ് ആക്ടിവിറ്റീസ്? എല്ലാവരും സ്പോർട്സ് പ്രവർത്തനങ്ങളിൽ പിന്നെ പങ്കാളികളാവണം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഫസ്റ്റത്തെ ഒരു ഇതിൽ ചോദിക്കുന്നത്. പിന്നെയാണ് മേരി കോമിനെ കുറിച്ചിട്ട് പറയുന്നത്. മേരി കോം ഇന്ത്യൻ ബോക്സറാണ്. ഇവർ ഒരുപാട് മെഡലുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്, അവാർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അതായത് വേൾഡിൻ്റെ തലക്കെട്ടായി മാറിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇവരുടെ ഫേവറേറ്റ് സ്പോർട്സ് എന്ന് പറയുന്നത് ബോക്സിംഗ് ആണ്. ഷീ വാസ് വൺ, ഇവിടെ പറയുന്നത്, ഷീ വാസ് വൺ വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 6 ടൈം. അതായത് 6 പ്രാവശ്യം ഇവർ വേൾഡ് ചാമ്പ്യൻ ആയിട്ടുണ്ട് ബോക്സിങ്ങിൽ എന്നാണ് പറയുന്നത്. ഷീ ഈസ് അൺപാരലഡ്, അതായത് അസാമാന്യമായ ഒരാളാകുന്നു അവൾ എന്നാണ് ഇവിടെ പറയുന്നത്. മാഗ്നിഫിസൻറ്റ് എന്നൊരു വാക്ക് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഷീ ഈസ് സോ മാഗ്നിഫിസൻറ്റ്, അതായത് അഭൂതപൂർവമായ ഒരാളാകുന്നു. ഇൻ ദ സ്പോർട്സിൽ വളരെ അത്ഭുതപൂർവമായ അല്ലെങ്കിൽ അഭൂതപൂർവമായ ഒരു വ്യക്തിത്വമാണ് മേരി കോം എന്നാണ് ഈ പാഠഭാഗത്തിൽ നമ്മളോട് പറയുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ നമ്മൾ പറഞ്ഞു, ഡു യു നോ മേരി കോം കണ്ടിന്യൂഡ് ആൻഡ് കംപ്ലീറ്റഡ് ഹെർ സെക്കൻഡറി സ്കൂളിംഗ് ഫ്രം NOS. അതായത് ഈ മേരി കോം എന്ന് പറഞ്ഞ ആള് ഞാൻ പറഞ്ഞല്ല, ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട, മണിപ്പൂരിലെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ ഗോത്ര വിഭാഗത്തിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദാരിദ്ര്യപൂർണ്ണമായ ഒരു ജീവിത സാഹചര്യമായിരിക്കും. അവിടെ പ്രൈമറി വിദ്യാഭ്യാസം പോലും കറക്റ്റായിട്ട് ലഭിക്കാൻ സാധിക്കാത്ത കുട്ടികളായിരിക്കും. പല സാഹചര്യങ്ങൾ കൊണ്ടും വിദ്യാഭ്യാസം നേടാൻ കഴിയാതെ പോയ ആളുകളായിരിക്കും. ഇവർ പിന്നീട് ബോക്സിങ്ങിലൊക്കെ വന്ന് ലോകം അറിയപ്പെടുന്ന ആളുകളൊക്കെ ആയി. അത്രയും തിരക്കിൻ്റെ ഇടയിൽ പോലും ഇവരുടെ സെക്കൻഡറി സ്കൂളിങ്ങും ഹയർ സെക്കൻഡറി സ്കൂളിങ്ങും ഒക്കെ കംപ്ലീറ്റ് ആക്കിയത് നമ്മളെ ഈ NOS, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ്
ഓപ്പൺ സ്കൂളിൽ നിന്നാണ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ NIOS സ്റ്റുഡൻസുകളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു സംഭവമാണ്. പലവർക്കും ഒരു ധാരണ ഉണ്ട്, ഈ NIOS നമ്മളെ ഗവൺമെൻറ് അംഗീകരിച്ചതാണോ PS അംഗീകരിച്ചതാണോ എന്നൊക്കെ ഉള്ളത്. സംഭവം ഇത് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ്. ഇത് കേരള ബോർഡിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം, അല്ലെങ്കിൽ അതിനേക്കാളും ഒരു പടി ഏറെ പ്രാധാന്യം അല്ലെങ്കിൽ വാല്യൂ ഉള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ്, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റാണ് NIOSൻ്റെത് എന്ന് ഇവിടെ അക്കമിട്ട് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് പാഠഭാഗങ്ങളിലേക്ക് കടക്കാം. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് പറയുന്നത്. ആദ്യം നമ്മൾ മേരി കോമിനെ കുറിച്ച് ചെറിയൊരു ലഘു വിവരണം കൊടുത്തിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ ആ ഒരു ഇതിൽ തന്നെയാണ്. അതായത് പിന്നെ മാങ്കിറ്റി ചൗങ്ചി മേരി കോം ഈസ് ആൻ ഇന്ത്യൻ ബോക്സർ ബോൺ 24th November 1982. 1982 അവൾ ജനിച്ചത്. മാഗ്നറ്റി ടോൻപ കോം ആൻഡ് MS സെനിക്കാൻ കോം ഇൻ എ വില്ലേജ് നേംഡ് സംഗാങ് ഇൻ ദ ചരൺപൂർ ഡിസ്ട്രിക്ട് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് മണിപ്പൂർ ഇൻ ഇന്ത്യ. മണിപ്പൂരിലെ ചുറചാന്ദ്പൂർ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ജനിച്ചിട്ടുള്ളത്. വില്ലേജിൻ്റെ പേരൊക്കെ സാഗാങ് എന്നൊക്കെയാണ്. പരീക്ഷക്കൊക്കെ എക്സാം വരും. ഈ പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന, അത് പരീക്ഷയ്ക്ക് കാലാകാലങ്ങളായിട്ട് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന പിന്നെ ഈ ചോദ്യങ്ങളുണ്ടല്ലോ, ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ, അതിനെല്ലാം ക്രോഡീകരിച്ച്, അതായത് പ്രീവിയസ് എക്സാമിൻ്റെ പേപ്പറുകളൊക്കെ പരിശോധിച്ച് അതിൽ കാലാകാലങ്ങളായി ചോദിച്ചുകൊണ്ട് വരുന്ന ചോദ്യങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഞങ്ങളൊരു ഗൈഡ് തയ്യാറാക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക, ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ചെറിയൊരു പൈസ നമ്മൾ അതിന് ഈടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നമ്മൾ ആ ഗൈഡ് അയച്ചു തരുന്നതാണ്. ആ ഗൈഡ് 1 or 2 പ്രാവശ്യം ആവർത്തിച്ച് വായിച്ച് നിങ്ങൾ എക്സാമിന് പോയാൽ തീർച്ചയായും 80% മാർക്കോടുകൂടി നിങ്ങൾക്ക് എക്സാം പാസ്സാവാൻ പറ്റും എന്ന് ഞാനിവിടെ ഉറപ്പ് തരികയാണ്. ഓക്കെ, നമ്മൾ പാഠഭാഗത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൽ മേരി കോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ പ്രിവിലേജ്, അത് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് അവൾ ജനിച്ചിട്ടുള്ളത്. അത് അണ്ടർ പ്രിവിലേജിൻ്റെ അർത്ഥത അവിടെ കൊടുത്തിരിക്കുന്നത്. ഡെപ്രിവേഡ്, അതായത് വളരെ പിന്നോക്കാവസ്ഥയിൽ ഉള്ള ഒരു കുടുംബത്തിലാണ് അവർ ജനിച്ചിട്ടുള്ളത്. മണിപ്പൂരിലെ ഒരു ആദിവാസി ഗോത്ര കുടുംബത്തിലാണ് അവർ ജനിച്ചിട്ടുള്ളത്. വളരെ പെട്ടെന്ന് സൂൺ ആഫ്റ്റർ ബോൺ ഹെർ പാരൻസ് മൂവ്ഡ് ടു എ ഡിഫറെൻറ്റ് വില്ലേജ് ടു മേക്ക് എൻഡ്സ് മീറ്റ്. അതായത് നിത്യവൃത്തിക്ക് വേണ്ടിയിട്ട് അവൾ ജനിച്ച് ഉടനെ വേറൊരു വില്ലേജിലേക്ക് അവരുടെ പാരൻസ് താമസം മാറ്റി. അതിൽ അവൾ വളർന്ന ഒരു ചെറിയ വില്ലേജിൽ, മണിപ്പൂർ സ്റ്റേറ്റിൽ തന്നെ കാങ്കാറ്റി എന്ന് പറഞ്ഞ ഒരു വില്ലേജിലാണ് അവർ വളർന്നത്. ഈ ഹെർ ഫാദർ വർക്കഡ് ആസ് ടെനറ്റ് ഫാർമർ, അതായത് ഒരു ചോളം അതുപോലെ തന്നെ ഗോതമ്പൂതൊക്കെ ഉണ്ടാക്കുന്ന ഒരു കർഷകനായിട്ട് മറ്റുള്ള ഒരാളെ ഒരു ഭൂമിയിൽ, അതായത് സ്വന്തമായിട്ട് ഭൂമിയിൽ കർഷക ജോലി ചെയ്യല്ല, വേറൊരാളെ ഭൂമിയിൽ തൊഴിലെടുക്കുന്ന ഒരു കർഷകനായിട്ടാണ് അവർ വന്നത്. അതായത് അവരുടെ ഫാമിലിൻ്റെ നിത്യവൃത്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെലവിന് വേണ്ടിയിട്ടുള്ള പണം, അന്നാന്നത്തെ ചെലവിനുള്ള പണം, ഹാൻഡ് ടു മൗത്ത് സിറ്റുവേഷൻ, അതായത് കയ്യിൽ കിട്ടുന്ന പണം നേരെ വായിലേക്ക്, അത് മറ്റൊരാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ആഡംബര ജീവിതത്തിനോ സ്കൂൾ വിദ്യാഭ്യാസത്തിനോ അസുഖങ്ങൾ വന്നാൽ ചികിത്സിക്കാനോ, അതായത് ഹാൻഡ് ടു മൗത്ത് സിറ്റുവേഷൻ എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷനാണ് ഞാൻ പറയുന്നത്. അതായത് അതിന് സാരാംശം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നാന്ന് അധ്വാനിക്കുന്ന പൈസ നമ്മളെ വയറിൻ്റെ ആവശ്യത്തിന്, പൊരിയുന്ന വയറ് നിറക്കാൻ മാത്രം ചെയ്യുന്ന അവസ്ഥ. അതായത് അവർക്ക് നല്ല ഡ്രസ്സ് വാങ്ങാൻ പണം തികയില്ല, നല്ല വിദ്യാഭ്യാസം നേടാനുള്ള പണം തികയില്ല, നല്ല ഷെൽട്ടർ, അതായത് നല്ല സൗകര്യത്തോടു കൂടി താമസിക്കാനുള്ള, അല്ലെങ്കിൽ ഇന്നത്തെ സൗകര്യമുള്ള കരണ്ട് മറ്റ് സൗകര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ ഇവർക്ക് ലഭിക്കുന്ന പണം മതിയാവാത്ത, അതിനെ പറയുന്ന ഇതാണ് ഹാൻഡ് ടു മൗത്ത്. ഇത് അവിടെ പറയും പോവർട്ടി, ദാരിദ്ര്യം. അതാണ് ഹാൻഡ് ടു മൗത്തിൻ്റെ ഷോർട്ട്, ദാരിദ്ര്യം എന്ന് തന്നെയാണ്. ആ സിറ്റുവേഷനിലാണ് ജീവിക്കുന്നത്. അവർ മറ്റൊരാളെ ഭൂമിയിൽ കർഷക ജോലി എടുക്കുന്ന
ഒരാളാണ്. ഈ ഒരാളെ ഭൂമിയിൽ കർഷകനായിട്ട് ജോലി ചെയ്യുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ ചെറിയൊരു ശതമാനം ഇവർക്ക് കൂലിയായി കിട്ടും. അത് ഇവർക്ക് ഈ പിന്നെ ഉൽപ്പാദനം നടക്കാത്ത കാലഘട്ടം ഉണ്ടാവുമല്ലോ, അതായത് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ അല്ലേ, അല്ലെങ്കിൽ 2 പ്രാവശ്യമാണ് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക, ഉൽപ്പാദനം കിട്ടുക. അപ്പോൾ ആ സമയത്താണ് ഇവർക്ക് ഇതിൻ്റെ കൂലിയും കിട്ടുക. ഇത് മറ്റ് നമ്മൾ വിത്ത് ഇടുന്ന സമയത്ത് ഇവർക്ക് ഭക്ഷണം കഴിക്കാനാണ് അന്നത്തെ കൂലി ഇവർക്ക് തികയുക എന്നുള്ളതൊക്കെ ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ഒരു സംഭവമാണ്. അതായത് ഒരു നീക്കുപോക്ക് ഉണ്ടാവില്ല, ഫ്യൂച്ചറിനെ കുറിച്ച് സ്വപ്നം കാണാൻ പോലും അധികാരം ഉണ്ടാവില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞാൻ വളരെ ചുരുക്കമാണ്, ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്, നമുക്ക് പാഠം കവർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ അരമണിക്കൂർ കൊണ്ട് ഇത് തീർക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് ഈ മേരി കോമിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതണേ. ഇനി നമുക്ക് ഇവരെ ഇൻ്റർവ്യൂവിലേക്ക് കിടക്കാം. അതിനൊപ്പട്ട് ചെറിയൊരു കാര്യം കൂടി പറയാം. മേരി കോം ഗ്രോ അപ്പ് ഇൻ ദ ഹംബിൾ സറൗണ്ടിങ്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചുറ്റുപാടിലാണ് ഇവർ വളർന്നത്. ആൻഡ് വാസ് ദ എൽഡസ്റ്റ് ഓഫ് ദ 3 ചിൽഡ്രൻ. ഇവരെ മൂത്തത് 3 ആളുകളുണ്ട്. ഷീ ഹെൽപ്ഡ് ഹെർ ഫാദർ ഇൻ ഫാം റിലേറ്റഡ് ചോറസ് ആൻഡ്, അതായത് പിന്നെ ഹെർ മദർ ഇൻ ഹൗസ് ഹോൾഡ് ചോറസ്. അതായത് ഇവരൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഈ കൃഷി സ്ഥലത്ത് ഫാദറിനെ സഹായിച്ച്, അമ്മയാണെങ്കിലോ വീട്ടുവേലയിലും ബിസിയായി, മറ്റുള്ള കാര്യങ്ങളിലൊന്നും അവർ ചിന്തിക്കുന്നില്ല. എലോങ് വിത്ത് ഗോയിങ് ടു സ്കൂൾ, ഒറ്റയ്ക്ക് ഇതിനിടയിൽ അവർ ഒറ്റയ്ക്ക് സ്കൂളിൽ പോകുന്നു. പ്ലേയിങ് ദാറ്റ് ഷീ ലൈക്കഡ് ദ ബെസ്റ്റ്. അവൾക്ക് ഇഷ്ടപ്പെട്ട കളികളൊക്കെ കളിക്കുന്ന ഈ ബോക്സിങ്ങൊക്കെ അവൾക്ക് ഇഷ്ടപ്പെട്ട കളികളാണ്. ഷീ വാസ് എ ഗുഡ് അത്ലറ്റ്, നല്ലൊരു സ്പോർട്സ് ആളായിരുന്നു അവൾ. ഷീ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഓൾ കൈൻഡ് ഓഫ് സ്പോർട്സ്, നാമിലി വോളിബോൾ, ഫുട്ബോൾ, അത്ലറ്റിക് etc. അതായത് ഫുട്ബോളിൽ അല്ലെങ്കിൽ സ്പോർട്സിൽ എന്തെല്ലാം ഉണ്ടോ അതിലൊക്കെ അവർ പങ്കെടുത്തിരുന്നു. ഷീ സ്റ്റാർട്ടഡ് ട്രെയിനിങ് ഇൻ അത്ലറ്റിക്, സ്പോർട്സിൽ അവൾ പരിശീലനം ആരംഭിച്ചു. ബട്ട് സൂൺ ഹെർ പാഷൻ ഫോർ ബോക്സിംഗ് വാസ് ഇഗ്നിറ്റഡ് വെൻ ബോക്സർ ഡിങ്കു സിംഗ് റിട്ടേൺ ടു മണിപ്പൂർ വിത്ത് എ ഗോൾഡ് മെഡൽ ഫ്രോം ദ ഏഷ്യൻ ഗെയിം ഇൻ 1998. ഇവളുടെ ഒരു പാഷന് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ആവേശമായിട്ട് അവൾ കണ്ടെത്തിയത് ബോക്സിംഗ് ആണ്. ആ ബോക്സിങ്ങിൽ ഏഷ്യൻ ഗെയിംസിലൊക്കെ പങ്കെടുത്ത് ഗോൾഡ് മെഡലൊക്കെ വാങ്ങി, മണിപ്പൂരിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഇവൾ 1998 തന്നെ ഗോൾഡൻ മെഡലൊക്കെ വാങ്ങി. ഷി വാസ് ഇൻസ്പിറേഷൻ ബിയോണ്ട് മീസർ. അതായത് ഇവൾ പ്രചോദനമായി ഇവളുടെ ശേഷിക്കപ്പുറം. സോ മച്ച് ദാറ്റ് എൻറോൾഡ് ഹെർ സെൽഫ് ഫോർ ട്രെയിനിങ് ബോക്സിംഗ് വിത്തൗട്ട് ടെല്ലിങ് ഹെർ പാരൻസ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മാതാപിതാക്കളോട് മുണ്ടാതെ അവരെ അറിയിക്കാതെ ഒളിപ്പിച്ചുകൊണ്ട് ഹൈഡ് ചെയ്തുകൊണ്ട് ഇവള് പിന്നെ ബോക്സിംഗ് ട്രെയിനിങ്ങിൽ ബോക്സിംഗ് പരിശീലനത്തിൽ ചേർന്നു എന്നുള്ളതാണ് അത് പറയുന്നത്. ദിസ് ജേർണി വിത്ത് ദ വേൾഡ് ചാമ്പ്യൻഷിപ്പ് വാസ് നോട്ട് ഇൻ ഈസി ഓഫ് മേരി കോം. ഈ യാത്ര മേരി കോമിനെ സംബന്ധിച്ചിടത്തോളം വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഈ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. ഹെർ പാരൻസ് ആൻഡ് ഹെർ നെയ്ബേഴ്സ് റിജക്റ്റഡ് ദ ഐഡിയ ഓഫ് ബോക്സിംഗ് ഫോർ ഹെർ ഇനീഷ്യൽ. തുടക്കത്തിൽ അവൾ അയൽവാസികളും അവളുടെ മാതാപിതാക്കളൊക്കെ അവളെ നിരുത്സാഹപ്പെടുത്തി, അവളെ തടഞ്ഞ് ബോക്സിങ്ങിലേക്ക് പോകുന്നത്. സിൻസ് ബോക്സിംഗ് ഈസ് കൺസിഡർഡ് അൺസ്യൂട്ടബിൾ ഫോർ വുമൻ ബൈ മെനി. ഒരുപാട് ആളുകളിലൂടെ സ്ത്രീകൾക്ക് വേണ്ടി ഇത് ഉചിതമായ ഒന്നല്ല എന്ന്, ബോക്സിംഗ് ഉചിതമായതൊന്നല്ല എന്ന് പരിഗണിക്കുന്ന കാലം മുതൽ മേരി കോം ഹൈഡ് ഹെർ പാഷൻ ഫോർ ബോക്സിംഗ് ഫ്രം ഹെർ ഫാമിലി. ഇവള് അപ്പോൾ ഈ ബോക്സിങ്ങിന് പോണതൊക്കെ അവളെ കുടുംബത്തിൽ നിന്നും അയൽവാസികളിൽ നിന്നൊക്കെ മറച്ചു വെച്ചു. ഷി വാസ് എ കോൺസെൻട്രേറ്റ് ഡോക്ടർ. ഇവർ ഒരു ഏകീകൃത ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു ശ്രദ്ധയുള്ള ഒരു മകളായിരുന്നു. ഷീ നോ, അവൾ അറിഞ്ഞു ദ കണ്ടീഷൻ ഓഫ് ദ ഫാമിലിൻ്റെ അവസ്ഥ അവൾക്ക് അറിയാമായിരുന്നു. ഷീ അണ്ടർസ്റ്റുഡ്, അവൾ മനസ്സിലാക്കി ദാറ്റ് ബോക്സിംഗ് കുഡ് ലീഡ് ടു ഇഞ്ചുറീസ്. അതായത് ബോക്സിങ് അപകടങ്ങളിലേക്ക് പരിക്കുകളിലേക്കൊക്കെ നയിച്ചേക്കാം. ആൻഡ് ഹെർ ഫാമിലി ഡിഡ് നോട്ട് ഹാവ് ദ മണി ടു ട്രീറ്റ് ദ ഇഞ്ചുറീസ്. ആ അപകടങ്ങൾ അല്ലെങ്കിൽ ആ
പരിക്കുകളൊക്കെ ചികിത്സിക്കാൻ ഇതിനൊന്നും തൻ്റെ ഫാമിലിൻ്റെ കയ്യിൽ പണമില്ല എന്നൊക്കെ അവൾ മനസ്സിലാക്കി. മേരി കോം ലെഫ്റ്റ് ഹോം. അവൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി ടു ട്രെയിൻ ഹെർ സെൽഫ്. അവൾ ഒറ്റയ്ക്ക് പരിശീലിക്കാൻ കണ്ടിന്യൂഡ് ഹെർ ട്രെയിനിങ്. അവൾ അവളുടെ പരിശീലനം തുടർന്നുകൊണ്ടേയിരുന്നു. ആൻഡ് സ്റ്റഡീസ് ദ സ്പോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇംഫാൽ, ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് മണിപ്പൂർ. മണിപ്പൂരിൻ്റെ തലസ്ഥാനമായ ഇംഫാലിൽ ഇന്ത്യയുടെ സ്പോർട്സ് അതോറിറ്റി ഇതിൽ അവൾ ട്രെയിനിങ്ങിന് വേണ്ടി പോയി. ഷി ബിഗാൻ ഹെർ ട്രെയിനിങ് ഇൻ ബോക്സിംഗ് അണ്ടർ കോച്ച് എം നർജിത് സിംഗ്. അതായത് നർജിത് സിംഗിനെ കുറിച്ചൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദ്യം വരുന്നത് അവളുടെ തുടക്കത്തിലുള്ള കോച്ചായിരുന്നു. പിന്നീട് അവൾ മറ്റുള്ള കോച്ചുകളിൽ നിന്നൊക്കെ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് ഈ കോച്ചിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോയ ഒരു കഥയൊക്കെ ഉണ്ട്. അവൾക്കൊരു ഇത് വരാനായിട്ട് ഈ കോച്ചാണ് സൂപ്പർ എന്ന് മനസ്സിലാക്കിയിട്ട് അവൾ ഈ കോച്ചിങ്ങിൻ്റെ ഇടയിലേക്ക് തന്നെ തിരിച്ചു പോയ ഒരു ചരിത്രമൊക്കെ ഇതിൽ പിന്നീട് പറയുന്നുണ്ട്. സൂൺ ദ ഫാമിലി സോ ഹെർ പിക്ചർ ഇൻ ദ ന്യൂസ് പേപ്പർ ഫോർ വിന്നിങ് ദ മണിപ്പൂർ സ്റ്റേറ്റ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഇൻ 2000. അതായത് 2000 മണിപ്പൂർ സ്റ്റേറ്റിൻ്റെ ബോക്സിങ്ങിൽ ഇവൾ വിജയിച്ച്, ഇവളിൽ ജോധാബായി. അത് അതിൻ്റെ ആ ഹെഡിങ്ങോട് കൂടി മണിപ്പൂരിലെ ന്യൂസ് പേപ്പറിൽ ഇവളെ ഫോട്ടോ വന്നപ്പോഴാണ് ഇവളെ പെരക്കാർ വരെ അറിയുന്നത് ഇവരിങ്ങനെ ബോക്സിങ്ങിന് പോകുന്നുണ്ട് എന്നുള്ളത്. ഇവളെ മാതാപിതാക്കളൊക്കെ അറിയുന്നത്. സീയിങ് ദർ ഡോക്ടേഴ്സ് prolific performance and initial talent for boxing. They could not continue to disagree her plea to play the game solved the most, since there was nothing stopping her. അങ്ങനെ ഇവൾ ഈ ബോക്സിങ്ങിലുള്ള ഇവളുടെ ഈ ആഗ്രഹങ്ങൾ ഇതൊന്നും പിന്നെ മാതാപിതാക്കൾക്ക് തടഞ്ഞു വെക്കാനോ ഇതാക്കാനോ ഒന്നും കഴിഞ്ഞില്ല. അപ്പോൾ അവളെ ഇഷ്ടത്തിന് മാതാപിതാക്കൾ വിടേണ്ടതായിട്ട് വന്നു. പിന്നെ അവളെ ആഗ്രഹങ്ങളെയും അവളെ പിന്നെ ആകാംക്ഷയെയും അതുപോലെ തന്നെ ഈ ബോക്സിങ്ങിലുള്ള അവളെ പാഷൻ, അവളെ ആ ഒരു താല്പര്യം, അതിനൊന്നും തടസ്സപ്പെടുത്താനൊന്നും ഇവരെ മാതാപിതാക്കൾക്ക് സാധിച്ചില്ല. മേരി കോം ഡൊമിനേറ്റഡ്. അവൾക്കൊരു ആധിപത്യം ഉണ്ടായിരുന്നു. ദ റിംഗ് ഫോർ സെവറൽ ഇയേഴ്സ്. ഒരുപാട് വർഷമായിട്ട് ആ റിങ്ങിൽ അല്ലെങ്കിൽ ആ മേഖലയിൽ ഈ മേരി കോമിന് ഒരു ആധിപത്യം തന്നെ ഉണ്ടായിരുന്നു. ഷി ടോക്ക് എ ഷോർട്ട് ബ്രേക്ക് ആഫ്റ്റർ ഹെർ മാരേജ് വെൻ ഷി ഗേവ് ബർത്ത് ട്വിൻസ് ടു 27. ചെറിയ ഒരു ഇടവേള എടുക്കുന്നത് വരെ അവൾ 2007 ചെറിയൊരു ഇടവേള എടുത്ത് അവളെ കല്യാണം കഴിഞ്ഞ് അവൾ ഒരു ഇരട്ട കുട്ടികൾക്ക് ഗർഭം ധരിച്ച് ആ കുട്ടികളെ പ്രസവിച്ച് മുലയൂട്ടുന്ന ആ ഒരു ചെറിയ കാലയളവ് വരെ അവളൊരു ചെറിയൊരു ഇടവേള എടുക്കുന്നത് വരെ അവൾക്ക് ഈ മേഖലയിൽ ബോക്സിങ്ങിൻ്റെ ഈ മേഖലയിൽ നല്ലൊരു ആധിപത്യം തന്നെ ഉണ്ടായിരുന്നു. ആഫ്റ്റർ ഹാവിങ് കിഡ്സ്, കുട്ടികളൊക്കെ ഉണ്ടായതിനു ശേഷം റീഇൻസ്റ്റേറ്റിംഗ് her training regime was not an easy task at all. കുട്ടികളൊക്കെ ഉണ്ടായതിന് ശേഷം പിന്നെ അത്ര എളുപ്പമായിരുന്നില്ല ഈ പരിശീലനം എടുക്കാനും പിന്നെ ബോക്സിങ്ങിലേക്ക് തിരിച്ചു വരുന്നപ്പോൾ. സ്റ്റിൽ ഷീ കെയിം ബാക്ക് സ്റ്റാർട്ടിയർ ദാൻ എവർ. ഇവൾ പിന്നെ പെട്ടെന്ന് ഈ ഈ ബോക്സിങ്ങിലേക്കൊക്കെ കടന്നു വന്നത് അവളുടെ പാഷൻ്റെ മനസ്സിലുള്ള ഇച്ഛാശക്തിയുടെ ഒരു ബലത്തിൻ്റെ പുറത്താണ്. അത്തരം സാഹചര്യത്തിലൊന്നും ഒരു അമ്മയായതിൻ്റെ ശേഷം പോലും അവൾ ഈ ബോക്സിങ്ങിലേക്ക് തിരിച്ചു വന്നത്. പിന്നെ 2008 അവൾ തിരിച്ചു വന്നതിന് ശേഷം ഇരട്ടക്കുട്ടികളുടെ ഒരു അമ്മയായതിൻ്റെ ശേഷം അവൾ 2008 ഒരു വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് 2008 അവൾ ഒരു സിൽവർ മെഡൽ, ഗോൾഡൻ മെഡൽ, സിൽവർ മെഡൽ, വെങ്കല മെഡൽ, ഇങ്ങനെ 3 സ്ഥാനമാണ്. 2ാം സ്ഥാനം 2008 അവൾ വാങ്ങി. ദ ഏഷ്യൻ വുമൻസ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സ്ത്രീകൾക്കുള്ള ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ അവൾ വാങ്ങി കല്യാണത്തിൻ്റെ ശേഷം, അതായത് ഇരട്ടക്കുട്ടികളുടെ ഒരു അമ്മയായതിൻ്റെ ശേഷം. പിന്നെ അങ്ങണ്ട് 2008 ഐബ വുമൻസ് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഇൻ ചൈനയിൽ നിന്നും ഗോൾഡൻ മെഡൽ അവൾ സ്വന്തമാക്കി. അതും 2008. അതിൻ്റെ സോൺ ഷീ വെൻറ്റ് ടു, പിന്നെന്താണ് പറയുന്നത്, she went on at many further to her art. അതായത് അഭിമാനകരമായ നേട്ടങ്ങൾ വീണ്ടും അഭിമാനകരമായ നേട്ടങ്ങളിലേക്ക് വീണ്ടും അവൾ പോയി. അതാണ് അഡറ്റ് മെനി ഫീദർസ് ടു ഹെർ ഹട്ട് എന്ന് പറഞ്ഞ അച്ചീവ്മെൻറ്റ് ടു ബി പ്രൗഡ് ഓഫ്.
മേരി കോമിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരുപാട് നേട്ടങ്ങളിലേക്ക് അവൾ വീണ്ടും പോയി എന്നാണ് ഇവിടെ പറയുന്നത്. മേരി കോം നെവർ കോംപ്രമൈസ് ഹാർഡ് വർക്ക്. അതായത് ഒരിക്കലും ഈ ഹാർഡ് വർക്കിനോട്, അതായത് പിന്നെ കാഠിന്യമുള്ള പ്രവർത്തനത്തിനോട് ഒരിക്കലും അവൾ യോജിപ്പുണ്ടായിരുന്നില്ല. അവൾ അതിന് ഹാർഡ് വർക്ക് എടുക്കാൻ തയ്യാറായിരുന്നു. അതിനേറ്റ് ഒരു കോംപ്രമൈസ്, ഒരു എന്താ പറയുക, ഒരു രമ്യതയും ഉണ്ടായിരുന്നില്ല. ആ ഹാർഡ് വർക്ക് എടുക്കാൻ അവൾ തയ്യാറായിരുന്നു. ഡിറ്റർമിനേഷൻ, നിർണ്ണയിക്കാൻ, ഡെഡിക്കേഷൻ ആൻഡ് കോൺഫിഡൻസ്. അതായത് നിർമ്മയം, അർപ്പണബോധവും അതുപോലെ തന്നെ കോൺഫിഡൻസ്. അതായത് ഒരു കോൺഫിഡൻസിന് എന്താണ് അർത്ഥം വരിക? ഒരു ഉറച്ച വിശ്വാസം. അങ്ങനെയൊക്കെയാണ് മലയാളത്തിൽ കോൺഫിഡൻസിന് അർത്ഥം വരിക. അതാണ് ഒരു ഉറച്ച വിശ്വാസത്തിലേക്കുള്ള ഒരാളായിരുന്നു. എനിക്ക് നേടാൻ കഴിയും, ഞാനത് നേടിടും. ഐ ക്യാൻ ബിലീവ്, ഐ ക്യാൻ. അതാണ് അവളെ മന്ത്രം തന്നെ. ബി ഇറ്റ് ഇൻ ദ ട്രെയിനിങ് ഓർ ദ റിംഗ്. അങ്ങനെ ആ മേഖലയിൽ അവൾ പരിശീലനം തുടർന്നുകൊണ്ടേയിരുന്നു. ടു മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് മോഡൽ ഓഫ് യങ് ജനറേഷൻ. ഇവിടെ ഈ പറയുന്നത്, അതായത് ഈ നമ്മളിപ്പോഴത്തെ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഏറ്റവും നല്ല റോൾ മോഡലാണ്. അത് ആര്? ഈ പുതുതലമുറക്കുള്ള, ഈ യുവത്വ തലമുറകൾക്കുള്ള റോൾ മോഡലാണ് ഈ മേരി കോം എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് നമ്മൾ ലെറ്റസ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നതൊക്കെ ഒരു വട്ടം എല്ലാവരും ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്കാം. ഇതപ്പോൾ മേലെ പറഞ്ഞ അത് എന്ന് ചുരുക്കി പറഞ്ഞൊരു സമ്മറിയാണ്. അത് നമ്മൾ മേലെ വിശദമായിട്ട് പറഞ്ഞല്ല. പിന്നെ താഴത്തേക്കൊക്കെ പോവുക. എല്ലാവരും ഈ പുസ്തകം ഒന്ന് ഒരു വട്ടം ഒന്ന് വായിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. അർത്ഥം അറിഞ്ഞ് വായിക്കാൻ തന്നെ ശ്രമിക്കുക. ഇനി നമ്മൾ ഒരു ഇൻ്റർവ്യൂവിലേക്ക് പോവാണ്. മേരി കോം ഈസ് നെയിം ദാറ്റ് ബ്രോക്കൺ ഓൾ ദ ബൗണ്ടറീസ്. അതായത് എല്ലാ വേലിക്കെട്ടുകളെയും പിന്നെ പൊട്ടിച്ച ഒരു പേരാണ് മേരി കോം. മേരി കോം നെയിം ദ ബ്രോക്കൺ ഓൾ ദ ബൗണ്ടറീസ്. യൂത്ത് ഓഫ് ടുഡേ. ഇന്നത്തെ യുവാക്കൾ കാൻ ലീഡ്, പഠിക്കാൻ കഴിയും, ഫ്രം ദിസ് ലിവിങ് ലിജൻഡ്, ഈ ജീവിക്കുന്ന ഈ മഹത് വ്യക്തികളിൽ നിന്നും ഇന്നത്തെ ഈ യുവാക്കൾക്ക് ഒരുപാട് പഠിക്കാൻ കഴിയും. ആൻഡ് ഇൻസ്പയർഡ് അച്ചീവ് ദെയർ ഡ്രീംസ്. അവർ നേടിയ സ്വപ്നങ്ങളിൽ പ്രചോദനമാവാനും ഇന്നത്തെ യുവതലമുറയ്ക്ക് കഴിയും എന്നാണ് ഈ പാഠഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. She is one of the many great women leaders of the world. ലോകത്തിൻ്റെ, അതായത് she is one of the many great women leaders of the world. ലോകത്തിൻ്റെ മഹത്തായ സ്ത്രീ നേതൃത്വത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരാളാകുന്നു മേരി കോം. She is a world icon for many who love sports. ആരാണ് സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്നത്? അവരിൽ ഒരുപാട് ആളുകൾ സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഐക്കൺ, ഒരു ചിഹ്നമാണ് മേരി കോം. She fight in herself and in hard work. A determined lady Mary Kom succeeded. Let us experience Mary Kom an interview. അപ്പോൾ നമ്മൾ മേരി കോമിൻ്റെ ഇൻ്റർവ്യൂവിലൂടെ ഒന്ന് കണ്ണോടിച്ച് പോവാം. അവളുടെ ഡിറ്റർമിനേഷൻ, അവളുടെ അർപ്പിത ബോധം, അവളുടെ വിജയം, അതിലൂടെയൊക്കെ ഒന്ന് പിന്നെ കണ്ണോടിച്ച് പോവുക എന്നാണ് പറയുന്നത്. ഇവിടെ ഇൻ്റർവ്യൂയർ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളെ പേര് ഇവിടെ കൊടുത്തിട്ടില്ല. അവർ മേരി കോമിനോട് ചോദിക്കുകയാണ്, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സ്പോർട്സ്. അപ്പോൾ ഇൻ്റർവ്യൂവർ അവളോട് ചോദിച്ചാണ് ഏതാണ് നിങ്ങളെ ഇഷ്ടപ്പെട്ട സ്പോർട്സ്. അപ്പോൾ മേരി കോം മറുപടി പറയാണ്, സിൻസ് മൈ ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം മുതൽ ഐ ഹാവ് ലവർ സ്പോർട്സ്. അവൾ സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. എസ്പെഷ്യലി ബോക്സിങ്, അതായത് പ്രത്യേകിച്ച് ബോക്സിങ്ങിനെ അവൾ ഇഷ്ടപ്പെടുന്നുണ്ട്. വൈ ഡിഡ് യു ചൂസ് ബോക്സിങ്. ഇൻ്റർവ്യൂ ചോദിക്കുകയാണ്, വൈ ഡിഡ് യു ചൂസ് ബോക്സിങ്, എന്തുകൊണ്ട് ബോക്സിങ് ഇഷ്ടപ്പെട്ടു. മേരി കോം വൺ ഓഫ് ദ സജസ്റ്റൻ ഓഫ്, മേരി കോം പറയാണ്, one of suggestion for military etiquette course and introduction of women's boxing. I changed my discipline from the athletic boxing. Boxing was more suited to me, my physical activities, and what I have always loved to do. I was also inspired to harder and strive higher by achievements of മുഹമ്മദ് അലി. ഈ മുഹമ്മദ് അലി എന്ന് പറഞ്ഞൊരു ബോക്സറുണ്ട് അമേരിക്കയിൽ. ഈ ഒരു നീഗ്രോ ഇതിലൊക്കെ പെട്ട ആളാണ്. അത് പിന്നീട് കൺവെർട്ട് ആയതാണ്.
ഈ മുഹമ്മദ് അലിൻ്റെ ഒരു ജീവിത പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ പ്രതികൂല സാഹചര്യത്തിൽ നിന്നും അവരുടെ ആ ജീവിതത്തിനോട് പൊരുതി ബോക്സിങ്ങിലൂടെ ലോകത്തെ കീഴടക്കിയ ഒരു ഇതിഹാസ കഥാപാത്രമാണ് ഈ മുഹമ്മദ് അലി എന്ന് പറയുന്നത്. മുഹമ്മദ് അലി അമേരിക്കയിലെ ഒരു ബോക്സറാണ്. അപ്പോൾ അതിൽ ഇൻസ്പയർ ആയിക്കൊണ്ട് ബോക്സിങ്ങിലേക്കാണ് അവൾ കടന്നു വന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം പറഞ്ഞത് അവളെ ബോഡി, അവളുടെ ശരീരം ബോക്സിങ്ങിന് ഉചിതമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. പിന്നെ ചെറുപ്പം മുതൽ തന്നെ ബോക്സിങ്ങിനോട് വലിയ താല്പര്യമായിരുന്നു. പിന്നെ മുഹമ്മദ് അലിനെ പോലുള്ള ബോക്സിംഗ് താരങ്ങൾ ഒന്ന് ഇൻസ്പയർ ആവുകയും ചെയ്തു. വാട്ട് ഈസ് ദ ബെസ്റ്റ് തിങ് അബൌട്ട് യുവർ പ്രൊഫഷൻ? നിങ്ങളുടെ പ്രൊഫഷൻസിനെ കുറിച്ച് ഏറ്റവും നന്നായി ചിന്തിക്കുന്ന എന്താണ്? മേരി കോം, യു ഹാവ് ടു ടേക്ക് പഞ്ച് ഇൻ യുവർ ഫേസ് നോ മാറ്റർ ഇഫ് യു വിൻ ഓർ ലോസ്. അതായത് ഇവിടെ ഇവൾ പറയുകയാണ് യു ഹാവ് ടേക്ക് എ പഞ്ച് ഇൻ യുവർ ഫേസ്. നിങ്ങളുടെ ഫേസിന് ഒരു ഇടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നോ മാറ്റർ ഇഫ് യു വിൻ, നിങ്ങൾ വിജയിച്ചു എന്നതൊരു വിഷയമാണോ അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്ന വിഷയമാണോ? പിന്നീട് അവളാണ്ട് ചിരിക്കുകയാണ്. യു ഹാവ് ബീൻ ദ ഓൺലി ഫീമെയിൽ ബോക്സർ representing India on many occasions internationally. Did they put any additional pressure on you? ഇന്റർവ്യൂർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പിന്നെ ഒരേ ഒരു സ്ത്രീയാണ്, ഈ ലോകത്തോളം വളർന്ന ഒരു ഫീമെയിൽ, അതായത് ഒരു ലേഡീസ്, ഒരു സ്ത്രീ ബോക്സറാണ്. അത് ഇന്ത്യയിലെ ഒരേ ഒരു സ്ത്രീ, 6 തവണ ഇൻ്റർനാഷണൽ മെഡൽ നേടിയ ഒരേ ഒരു സ്ത്രീ ഈ മേരി കോം എന്ന് പറഞ്ഞ സ്ത്രീ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ കുറേ ഇത് ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ മേരി കോം എന്ന് പറഞ്ഞ ആള്, ഒരു ഇതിഹാസ താരം തന്നെയാണ്. ഇത് ഒരു വട്ടമെങ്കിലും നമ്മളെ പഠിതാക്കൾ ഒന്ന് വായിച്ച് നോക്കണം. ഇതിപ്പോൾ ഞാനിങ്ങനെ അർത്ഥം പറഞ്ഞ് വായിക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മേരി കോം ഇത് അവളെ കോച്ചിയാണ്, കോച്ചിൻ്റെ അടുത്ത് പരിശീലനം നേടുകയാണ്. ഹാർഡായിട്ട് പരിശീലനം നേടുന്ന ഒരു ബോക്സറാണ് ഇവർ. അവരവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നൊരു ഇൻ്റർവ്യൂ ആണ് ഇത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരുപാട് ഇൻ്റർനാഷണൽ മെഡലുകൾ നേടിയ ഒരേ ഒരു ബോക്സർ വനിതയാണ് മേരി കോം എന്ന ഈ വനിത എന്ന് പറയുകയാണ്. ഇവളെ അച്ചീവ്മെൻറ്റുകൾ കുറേ പറയാനുണ്ട്. ഐവ വേൾഡ് ഇതൊക്കെ പറയാം. 2001 6 ഗോൾഡ്, 6 സ്വർണം വാങ്ങിയിട്ടുണ്ട്, 1 സിൽവർ വാങ്ങിയിട്ടുണ്ട്, 1 വെങ്കലം ഇൻ്റർനാഷണൽ ലെവലിൽ വാങ്ങിയിട്ടൊക്കെ ഉണ്ട് എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. ഇവിടെ ഗോൾഡ് മെഡലൊക്കെ വാങ്ങിയിട്ടുള്ളത് ചൈനയിൽ നിന്ന് വാങ്ങിയ ആ ഒരു ഫോട്ടോ ആണെന്നാണ് തോന്നുന്നത്. ചൈനയിൽ നിന്ന് 2008 വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ കുറേ പോകുന്നുണ്ട്. പിന്നെ എന്താ ഇവിടെ ഒരു പട്ടിക ഉണ്ട്. ഇവിടെ ഒളിമ്പിക്സ് ഗെയിമിൽ വെങ്കലം വാങ്ങിയത് 2012 ലണ്ടനിൽ ഫ്ലൈ വെയ്റ്റിൽ, 2002 ഗോൾഡ് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഗോൾഡിൻ്റെ ഒരു നിര തന്നെ ഇതാ. സിൽവർ വാങ്ങിയിട്ടുണ്ട്, 2019 വെങ്കലം വാങ്ങി. അങ്ങനെ അഭിമാനകരമായ ഒരു ബോക്സിംഗ് താരമാണ്. നമ്മളപ്പോൾ സമയം കഴിഞ്ഞ് അരമണിക്കൂറാണ് നമ്മൾ സമയം. കൂടുതലായിട്ട് ഇവിടെ വിശദീകരിക്കാൻ പറ്റുന്നില്ല. 3 മിനിറ്റ് ഓവറായിപ്പോയി. എന്താ ഇപ്പോൾ ചെയ്യുക? കഴിഞ്ഞപ്പോൾ കുട്ടികൾ ഓരോരുത്തരും ലെഫ്റ്റ് അടിച്ച് പോക്കുടങ്ങും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഗൈഡ് ഉണ്ട് നമ്മളെ കയ്യിൽ. അപ്പോൾ അത് ആവശ്യമുള്ളവരൊന്ന് വാട്സപ്പിൽ ഇത് ചെയ്യുക. പിന്നെ ഇത് അധികം താമസിയാതെ നമ്മളെ യൂട്യൂബിൽ വരും നമ്മളെ ഈ ക്ലാസ്. അപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ കാണുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ പറയാം. പിന്നെ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് അയക്കുക. നിങ്ങൾക്ക് അഡ്മിഷനും മറ്റു കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ പിന്നെ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പിലൂടെ നിങ്ങൾക്കുള്ള ഏത് സംശയങ്ങളും എന്നോട് ചോദിക്കാവുന്നതാണ്. അതിന് അപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞു തരുന്നതാണ്. എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന ആളുകളെ ഞാൻ വളരെ ചുരുക്കിയിട്ട് ഈ പാഠഭാഗത്തെക്കുറിച്ച് ചെറിയൊരു സമ്മറിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ പാഠഭാഗം ഒന്ന് അർത്ഥം അറിഞ്ഞ് വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരുടെ അടുത്തും മൊബൈലും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. പിന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിന്നെ പുസ്തകം പോസ്റ്റ് വഴിക്ക് നിങ്ങൾക്ക് എത്തുന്നതാണ്. അപ്പോൾ ഓൺലൈനിൽ നിങ്ങൾക്ക് കിട്ടും. അത് നമ്മൾ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് പുസ്തകം അയച്ചു തരും. അപ്പോൾ ആ പുസ്തകം ഫ്രീ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഒന്ന്
ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ഈ ടെസ്റ്റ് നിങ്ങളൊന്ന് വായിക്കുക. വായിച്ചിട്ട് ഈ ടെസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഏതെങ്കിലും ഒരു ഭാഗം ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പം ഒരു വോയിസ് നോട്ട് അയച്ചു വിടുക. പിന്നീട് ആ വോയിസ് നോട്ട് ഞാൻ കേട്ടതിന് ശേഷം അതിന് വളരെ വ്യക്തമായിട്ട് വോയിസിലൂടെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതാണ്. ഇനി അടുത്ത ക്ലാസ്സുമായി കണ്ടുമുട്ടുന്നത് വരെ താൽക്കാലികം വിടാം.